Now pick the right one. Can I borrow pen or can I borrow a pen? Which is the correct one? Yes. Can I borrow a pen? That a is very, very important there. A, an and the in the use നമുക്ക് കുറച്ച് ട്രിക്കി ആവുന്നതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ഭാഷകളിൽ ഇതിൻ്റെ നേരെ എക്വിവലൻ്റ് ഇല്ല. ഇപ്പം എൻ്റെ അറിവിൽ ഹിന്ദിയിലും ഇല്ല, തമിഴിലും ഇല്ല. So that makes it a little tricky for us to use. Now, let me give you some examples, okay? So, I want a pen. I have a phone. I have a mug. I have a mouse. I am a teacher. I am teacher alla, I am a teacher. I am doctor alla, I am a doctor. I am a software engineer. I want an apple. I want a book. I met with an accident. ഇവിടെ എല്ലാ ആനും വരും, നമുക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റില്ല. Now പെട്ടെന്ന് നമുക്കിതൊരു റൂളായിട്ട് പഠിക്കാം. ഓക്കെ, സോ വെനെവർ യു ഹാവ് എ നോൺ സ്പെസിഫിക് സിംഗുലർ കൗണ്ടബിൾ നൗൺ, അതായത് മുമ്പ് പരാമർശിച്ചിട്ടില്ലാത്ത ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ എവിടെയൊക്കെ വരുന്നോ അതിനൊക്കെ മുമ്പ് എ അല്ലെങ്കിൽ ആൻ നമ്മൾ ചേർക്കണം. ഇനി നമുക്ക് ഈ സിംഗിൾ അക്കൗണ്ടബിൾ നൗൺ എന്താണെന്ന് നോക്കാം. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ നൗൺ എന്ന് പറഞ്ഞാൽ നാമം. ഈ സാധനത്തിൻ്റെ പേരെന്താ? ഈ സാധനത്തിൻ്റെ നാമം എന്താ? പെൻ. ഇതിൻ്റെ പേരെന്താ? മഗ്. സോ നൗൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നെയിം, നാമം, അത്രയേ ഉള്ളൂ. ഇനി കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണാൻ പറ്റുന്നത്. 1 2 3 നമുക്ക് എണ്ണാൻ പറ്റുന്നത്. ഇപ്പോൾ 1 water 2 waters എന്ന് നമ്മൾ പറയില്ലല്ലോ, കാരണം വെള്ളം കൗണ്ടബിൾ അല്ല. Water is a non-countable noun. Whereas pen, 1 pen, 2 pens എന്ന് നമുക്ക് പറയാം, because pen is a countable noun. കൗണ്ടബിൾ നൗണിൽ സിംഗുലർ ആണോ, അതായത് ഒന്നേ ഉള്ളുവെങ്കിൽ എ അല്ലെങ്കിൽ ആൻ അതിനു മുമ്പ് ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് എ പെൻ അല്ലെങ്കിൽ ആൻ ആപ്പിൾ, എ അല്ലെങ്കിൽ ആൻ നമ്മൾ ആഡ് ചെയ്യണത്. ബിക്കോസ് ഇത് രണ്ട് സിംഗുലർ കൗണ്ടബിൾ നൗൺസ്. ആ പെൻ ഒന്നേ ഉള്ളൂ, ആപ്പിൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, റൈറ്റ്? സോ ഇതാണ് നമ്മുടെ റൂൾ. ഐ വാണ്ട് എ ബുക്ക്. ഐ ആം എ ടീച്ചർ. ഐ ആം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഐ ഹാവ് എ മീറ്റിംഗ് ടുമോറോ. എ മീറ്റിംഗ്. വി ഹാവ് എ മീറ്റിംഗ് അറ്റ് 4 PM. എ മീറ്റിംഗ്. അവിടെ എല്ലാം, കാരണം മീറ്റിംഗ് കൗണ്ടബിൾ ആണ്. മീറ്റിംഗ്സ് നമുക്ക് പറയാം, പക്ഷെ ഇവിടെ ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ പറയണേ. അതുകൊണ്ട് എ മീറ്റിംഗ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര സില്ലി ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ നമ്മളിത് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ. സോ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നുള്ളൂ. Now when you pronounce, I want you to notice something here. എയും ആനും ഇതിൻ്റെ വിളിപ്പേരുകളാണ്. ഓക്കെ, ഇതിൻ്റെ പേരാ, നെയിം. ഇങ്ങനെയല്ല, പക്ഷെ നമ്മളത് പ്രൊനൗൺസ് ചെയ്യണേ. കണക്റ്റഡ് സ്പീച്ചിൽ, അതായത് സെൻറ്റൻസിൽ വരുമ്പോൾ ഏനെ നമ്മൾ എന്നാ പ്രൊനൗൺസ് ചെയ്യാം. സോ ഐ വാണ്ട് എ ബുക്ക്. ഐ വാണ്ട് എ പെൻ. നൗ നെക്സ്റ്റ് വൺ, ആൻ. ഇതിൻ്റെ പേരാണ് ആൻ. അത് പഠിപ്പിക്കാൻ നമ്മൾ ആൻ എന്ന് പറഞ്ഞ് പഠിപ്പിക്കും, പക്ഷെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ an apple, an apple, an accident, ഇന്ന്, അത്രയും മതി. ഓക്കെ, സോ ഐ വാണ്ട് an apple. ഐ met with an accident, ഇന്ന്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഏനെ നമ്മൾ എന്ന് പറയും, ആനിനെ ഇന്ന്, അത്രയും മതി. സോ അങ്ങനെ ചുരുക്കിയാണ് നമ്മൾ കണക്റ്റഡ് സ്പീച്ചിൽ തന്നെ പ്രൊനൗൺസ് ചെയ്യാം. നീട്ടി പറയരുത്. ആൻഡ് ആസ് ഐ ഓൾവേസ് സേ, നിങ്ങളുടെ ഡെയിലി സ്പീച്ചിൽ ഇങ്ങനെ എവിടെയൊക്കെയാണ് മിസ്സിംഗ് ലിങ്ക് ഉള്ളതെന്നുള്ളത് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. I offer one-on-one coaching. So see you in class. Bye-bye. Thank you.